എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഈ ലോകത്ത് ആർക്കും ആരെയും കുറ്റം പറയാൻ അവകാശമില്ല. കാരണം എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. ചിലർക്ക് പകരമായി നമുക്ക് വേറെ ആരെയെങ്കിലും കണ്ടെത്താനാവില്ല. അത് സൗഹൃദങ്ങളിലായാലും ജീവിതത്തിലായാലും. ഒരാളെയും മറ്റൊരാളുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ ജീവിതത്തിൽ പിന്നീടൊരവസരം ലഭിച്ചു എന്ന് വരില്ല. സ്നേഹമായാലും ബഹുമാനമായാലും സൗഹൃദമായാലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങാതിരിക്കുക. കാരണം അത് അവർ അറിഞ്ഞു തരുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. നഷ്ടങ്ങളെ ഓർത്ത് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം. വിഡ്ഢികളോട് ഒരിക്കലും തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ഒന്നെങ്കിൽ നമ്മൾ വിഡ്ഢിയാകേണ്ടി വരും, അതുമല്ലെങ്കിൽ നമ്മൾ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഒരുവൻ എവിടെയൊക്കെ പോയാലും എവിടെയൊക്കെ താമസിച്ചാലും അവൻ കൂടെ കൊണ്ടുപോകാൻ മറക്കാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് അവൻ്റെ സ്വഭാവമാണ്. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ശത്രുവാകുന്നത്. ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത്. കാരണം അടുത്ത തവണ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആദ്യ വിജയം വെറും ഭാഗ്യമായിരുന്നു എന്ന് മറ്റുള്ളവർ പറയും. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അവരാകാം. നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ നമ്മൾ നിശബ്ദരായി തുടങ്ങുന്ന ദിവസം നമ്മുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടാവും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുക. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്ന ഒരു കൂട്ട് അസാധ്യമാണ്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയമറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണാം. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങളും കാണാം. രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കണമെന്ന് തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എത്ര കാലം കൂടെ ഉണ്ടായിരുന്നു എന്നല്ല, കൂടെ വേണ്ട സമയത്ത് കൂടെ ഉണ്ടോ എന്നതാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത്. നല്ല ചിന്തകൾ നല്ലതാണ്. എന്നാൽ താൻ മാത്രം നല്ലവനാണ് എന്ന ചിന്ത നല്ലതല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അത് സ്നേഹമോ ബഹുമാനമോ വഞ്ചനയോ എന്തു തന്നെയായാലും. ലോകത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വയം മാറ്റത്തിന് വിധേയമാവാൻ ആരും തയ്യാറാകുന്നില്ല. ആരോടും തർക്കിക്കാൻ നിൽക്കരുത്. നമ്മെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത്. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം മുൻപിലാണുള്ളത്. ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. അയാൾ പെട്ടെന്നൊരു ദിവസം മൗനമായാൽ നിങ്ങളും ഇല്ലാതാകും. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.